പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യ 55 8 തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ. നമുക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ നാം കർത്താവിങ്കിലേക്ക് തിരിയണം. കർത്താവിങ്കിലേക്ക് തിരിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപമാലിന്യങ്ങൾ ഉപേക്ഷിക്കണം. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കണം. ഇതാണ് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഉൽപ്പത്തി 6:5 തിരുവചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മുടെ മാർഗങ്ങളും ചിന്താഗതികളും ഉപേക്ഷിക്കുവാനാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെടുന്നത്? വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചനമാണെന്നും ദൈവവചനം ദൈവം തന്നെയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നാം അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. അതാണ് നമുക്ക് എപ്പോഴും തെറ്റുകളിലേക്കും പ്രലോഭനങ്ങളിലേക്കും വീഴാൻ ഇടയാക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. അപ്പോൾ വചനം എന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയായ വചനത്തെ വേണ്ട വിധം ഗ്രഹിക്കുകയോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയോ അതിനുള്ള പരിശ്രമം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം തെറ്റുകളിൽ പെട്ടുപോകുന്നത്. ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മുടെ ഹൃദയങ്ങളെയും ബുദ്ധിയെയും അന്ധമാക്കിയിരിക്കുന്നതിനാൽ ശരിയായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിയാതെ വരുന്നു. നാം പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ കഠിനമാണ്, അതനുസരിച്ച് ജീവിക്കാൻ ആർക്കാണ് സാധിക്കുക, അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ് എന്നൊക്കെയാണ്. എന്നാൽ തിരുവചനം പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ലോകത്തോടും ലോകവസ്തുക്കളോടുമുള്ള അമിതമായ നമ്മുടെ ആഗ്രഹങ്ങളാണ് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റിക്കൊണ്ടുപോകുന്നത് എന്ന സത്യം നാം അറിഞ്ഞിരിക്കണം. ദൈവ വചനങ്ങളിൽ നിന്ന് നാം ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് ചോദിക്കുന്നു, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം വിശ്വസ്തരായിരിക്കണമെന്ന് പറയുന്നത്? നമുക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്തത്? പാപത്തിൽ ആണ്ടുപോയ മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായി സ്വപുത്രനെ തന്നെ പിതാവായ ദൈവം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി യേശു മുറിവേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പാപം നിമിത്തം ശിക്ഷ അർഹിക്കേണ്ടവരായ നാം ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് യേശുവിൻ്റെ തിരുരക്തത്താലാണ്.
യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴിയാണ്. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷകളെല്ലാം യേശു ഏറ്റുവാങ്ങി സ്വജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. യേശു കുരിശിൽ ചിന്തിയ തിരുരക്തത്താലാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് നാം ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കേണ്ടതല്ലേ? ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അതിനാൽ നമ്മുടെ പാപങ്ങൾക്ക് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾക്ക് വിട പറയാം. ഹൃദയം നിർമ്മലമാക്കാം. നമ്മുടെ കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിയാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.